ഹലോ മച്ചാമാരെ, അപ്പോൾ എല്ലാവർക്കും മെറ്റൽ സ്പാർക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്ന ഒരു സ്റ്റെപ്പിൻ്റെ വർക്കായിട്ടാണ്, രണ്ടാം നിലയിൽ നിന്ന് മേളിലോട്ട് കയറാനായിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്ന ഒരു ഏരിയയിലാണ് നമുക്ക് സ്റ്റെപ്പ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. സ്പേസ് വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് സ്പേസ് കുറവായതുകൊണ്ട് ഫുള്ള് വീടിന് പുറത്തേക്ക് കൂടിയാണ് സ്റ്റെപ്പ് പറഞ്ഞത്. അപ്പോൾ ലാൻഡിങ് നമ്മൾ പുറത്തോട്ട് അടിക്കണത്. മേളിൽ വന്നിട്ട് ഈ ഒരു പോർഷനിൽ വലിയൊരു 10 അടി ഒരു വലിയൊരു ലാൻഡിങ് വരും. അപ്പോൾ ആ ലാൻഡിങ്ങിൻ്റെ പണി നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ലാൻഡിങ്ങിൻ്റെ ആദ്യത്തെ ഒരു ലാൻഡിങ്ങിൻ്റെ ഇത് വെച്ച് പിന്നെ അതിൽ നമ്മൾ സ്റ്റെപ്പിനുള്ള കാലൊക്കെ വെച്ചുകൊണ്ടിരിക്കുക, പ്ലേറ്റൊക്കെ ഹോൾ ചെയ്തിട്ട്. ഈ ഒരു പോർഷനിലാണ് പറഞ്ഞത് ഫുള്ളായിട്ട് സ്റ്റെപ്പ് മേളിലോട്ട് പോകും. ഇവിടെ നിന്ന് അങ്ങോട്ട് മുകളിൽ ആ ഒരു പോർഷനിൽ 10 അടി ലാൻഡിങ് വലുത് വരും. മഴ കാരണം വീഡിയോ എടുക്കാൻ പറ്റണില്ല നമുക്ക്. മഴ വെയിലും ഇങ്ങനെ നിൽക്കുന്ന കാരണം ആ മുകളിലെ ലാൻഡിങ്ങിൻ്റെയൊക്കെ ഏകദേശം മെയിൻ പൈപ്പൊക്കെ വെച്ച് നമ്മളിതിന് എടുത്തിരിക്കുന്ന പൈപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ ടാറ്റയുടെ 16 kg പൈപ്പ് ഇട്ടാണ് നമ്മൾ ചെയ്യണത്. 4x2 പൈപ്പ് ടാറ്റയുടെ. പിന്നെ സ്റ്റെപ്പൊക്കെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3x1 പിന്നെ 1x1 അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റെപ്പ്. അപ്പോൾ നമ്മൾ സ്റ്റെപ്പിൻ്റെ പണി തുടങ്ങി. സ്റ്റെപ്പ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് 9 ഇഞ്ചാണ് നമ്മൾക്ക് സ്റ്റെപ്പിന് വീതി കൊടുത്താക്കണം കേട്ടോ. 3 ഇഞ്ചിൻ്റെ പൈപ്പ് 2 പിന്നെ നടുക്ക് 1 ഇഞ്ചിൻ്റെ പൈപ്പും പിന്നെ 1 ഇഞ്ച് ഗ്യാപ്പും, അങ്ങനെ ടോട്ടൽ സ്റ്റെപ്പിന് വീതി 9 ഇഞ്ചാണ് സ്റ്റെപ്പിന് വീതി കൊടുത്താക്കണം കേട്ടോ നമ്മൾ. അപ്പോൾ സ്റ്റെപ്പ് ഏകദേശം വെൽഡ് ചെയ്ത് കഴിയാറായി കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റെപ്പിൻ്റെ പരിപാടിയൊക്കെ കഴിയും, വെൽഡ് ചെയ്ത് തീരും. പിന്നെ നമുക്ക് അവിടെ കൊണ്ടുപോയിട്ട് പിടിപ്പിക്കാം. അപ്പോൾ സ്റ്റെപ്പ് എല്ലാം ഏകദേശം വെച്ച് തീരാറായിട്ടാണ്. സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞ് ഒരു 2-3 സ്റ്റെപ്പ് കൂടിയേ വെക്കാനുള്ളൂ. അപ്പോൾ സ്റ്റെപ്പ് വെച്ചൊക്കെ എല്ലാം കഴിഞ്ഞ് പിന്നെ നമുക്ക് ഇനി വന്നെന്ന് വെച്ചാൽ ഫുൾ വെൽഡിങ്ങാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ചെറിയ ടാക്കിട്ടാണ് നമ്മൾ അടിച്ചടിച്ച് പോയേക്കണത് കേട്ടോ. അപ്പോൾ ഏകദേശം സ്റ്റെപ്പൊക്കെ വെച്ച് കഴിഞ്ഞ് അപ്പോൾ നമ്മൾ ആ സ്റ്റെപ്പ് മുഴുവനും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി മേളിലത്തെ ലാൻഡിങ് ആണ് അടിച്ചെടുക്കാനുള്ളത്. മേളിലത്തെ ലാൻഡിങ് അടിച്ചെടുക്കണം ഇനി. അപ്പോൾ നമ്മളുടെ ലാൻഡിങ്ങിൻ്റെയൊക്കെ പണി കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ടാണ് നമുക്ക്. അപ്പോൾ ഓൾമോസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി. ലാൻഡിങ് ഫുൾ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ സ്റ്റെപ്പെല്ലാം അടിച്ച് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ടാണ് നമുക്ക്. ഇനി മേളിൽ ലാൻഡിങ്ങിൻ്റെ കുറച്ച് ഫുൾ വെൽഡിങ് ഉണ്ട്, ഹാൻഡ് റെയിൽ പിടിപ്പിക്കണം, അത്രേ ഉള്ളൂ. നമുക്ക് സ്പേസ് കുറവായിരുന്നു. നമ്മൾ സ്റ്റെപ്പ് കുറച്ച് ഉള്ളിലോട്ട് വലിച്ചാൽ വെച്ചേക്കണം. നമുക്ക് ഒരു 7 ഇഞ്ച് ചവിട്ട് കിട്ടുള്ളൂ. 9 ഇഞ്ച് ഫുള്ള് ചവിട്ട് കിട്ടില്ല നമുക്ക്. സ്പേസ് കുറവായ കാരണം നമ്മൾ കുറച്ച് ഉള്ളിലോട്ട് വലിച്ചാൽ വെച്ചേക്കണത്. അപ്പോൾ നമ്മളുടെ വർക്ക് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വെൽഡിങ് എല്ലാം കഴിഞ്ഞ്, പെയിൻറ്റിങ് കഴിഞ്ഞ്, ഹാൻഡ് റെയിലിങ് എല്ലാം പിടിപ്പിച്ച് എല്ലാം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ വർക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് വേണം നമുക്ക് വർക്ക് ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ. ഇതാണ് നമ്മളുടെ വർക്കിൻ്റെ ഒരു ഫൈനൽ വ്യൂ എന്ന് പറയണത്. എല്ലാം കഴിഞ്ഞിട്ടാണ്. വെൽഡിങ്, പെയിൻറ്റിങ് എല്ലാം നല്ലോണം നല്ല രീതിക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് നമ്മൾ നല്ലോണം ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്ലയൻറ്റും ഹാപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇനി അടുത്തൊരു വീഡിയോ കാണാം. ഓക്കെ, ബൈ.